ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെ അന്ന് ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ വലിയ സ്വാധീനമില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ എസ് എഫ് ഐ സംഘടിതമായി വന്നിരുന്ന സമയത്ത് ഈ എസ് എഫ് ഐയെ തോൽപ്പിക്കാൻ മാർഗ്ഗമില്ലാതെ വന്ന സമയത്ത് പോലും ചുടുകട്ട കൊണ്ട് കൈ ഉരച്ച് ഞങ്ങളെ എസ് എഫ് ഐക്കാർ അടിച്ചു. കൈയെ കൂടെ ചോര വീഴുന്ന കാണുന്നത് പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് നുണ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന സമ്പ്രദായം പണ്ടേയുണ്ട്. അതിൻ്റെ തുടർച്ചക്കാരാണ് ഇപ്പോൾ നേതാക്കന്മാർ പലരും. അന്ന് വിളിക്കുന്ന മുദ്രാവാക്യം തീര വീര പി എം സുധീര തീര അവിടെ നയിച്ചോളൂ എന്നൊക്കെ പറയുന്ന സംസ്കാരമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വേറിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ യാതൊരു സംസ്കാരവും ഇല്ലാത്ത, യാതൊരു തത്വദീക്ഷയില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയമാണ് ഇന്ന് ഈ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ ഇപ്പോഴത്തെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഈ വി ഡി സതീശൻ എന്ന നേതാവേ അല്ല. അയാൾ പ്രായോഗിക രാഷ്ട്രീയക്കാരനുമല്ല. ആരൊക്കെയോ പറയുന്ന ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വീക്ഷണമാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലുള്ളത്. അങ്ങനെയല്ല രാഷ്ട്രീയം വേണ്ടത് എന്ന വിശ്വാസത്തിലുള്ള ആളാണ് ഞാൻ. എൻ്റേതായൊരു തത്വദിശയും രാഷ്ട്രീയത്തിൻ്റെ പക്വതയും ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ രാഷ്ട്രീയക്കാരനാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഞങ്ങളൊക്കെ അനുഭവിച്ചുള്ള ഞങ്ങൾക്കറിയാം. അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അന്നൊക്കെ നുണ പറഞ്ഞ് നമ്മളെ പറ്റിച്ച് പെൺകുട്ടികളെ കൊണ്ട് വോട്ട് പിടിക്കുന്ന സംസ്കാരമായിരുന്നു കെ എസ് യുവിനുണ്ടായിരുന്നത്. ഇന്ന് ആ നുണ പറഞ്ഞ ആ നേതാക്കന്മാർ തന്നെ ഇന്ന് സീനിയർ നേതാക്കന്മാരായി അവരാ നുണ തുടർന്നു. അതിൻ്റെ ഗ്രാവിറ്റി കൂടി പരമകള്ളവും പറഞ്ഞ് രാഷ്ട്രീയത്തെ നയിക്കുന്നു. അത് ജനങ്ങളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.